നമ്മൾ ഇസ്രായേലിൻ്റെ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിലൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടെ നോക്കാനാണ് ഈ വീഡിയോ. ഇന്ന് രാവിലെ ഇറാൻ ന്യൂക്ലിയർ പരീക്ഷണം നടത്തി എന്ന് പറഞ്ഞുള്ളൊരു വാർത്തയൊക്കെ പരക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് സത്യമല്ല. ഇറാൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ചെറിയൊരു ഭൂചലനം രേഖപ്പെടുത്തിയതാണ്. റിക്ടർ സ്കെയിലിൽ ചെറിയൊരു ഭൂചലനം. അപ്പോൾ ആ ഭൂചലനത്തിൻ്റെ ഒരു ചലനങ്ങളാണ് രേഖപ്പെടുത്തിയത്. അതിനെയാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യൻ സൈഡിലുള്ള മാധ്യമങ്ങളാണ് കൂടുതൽ ഇതിനെ ഫോക്കസ് ചെയ്ത് ഇത് ഇറാൻ ന്യൂക്ലിയർ പരീക്ഷണം നടത്തി എന്നുള്ള നിലയിലുള്ള ഒരു ഫേക്ക് ന്യൂസ് പരക്കെ പടച്ചു വിട്ടത്. ഇറാനിൽ യുറേനിയം ഉണ്ട്, ഇല്ലയെന്നില്ല. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള യുറേനിയം ക്വാണ്ടിറ്റി അവരുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അവരത് പൂർണ്ണമായിട്ടും ഒരു ന്യൂക്ലിയർ ബോംബ് തയ്യാറാക്കുന്ന രീതിയിൽ അവർ എത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള റെജീം തയ്യാറെടുപ്പിലാണ് അവർ. അപ്പോൾ അവരുടെ ഒരു 80% റിസർച്ച് വർക്കൊക്കെ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും റഷ്യയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ന്യൂക്ലിയർ ബോംബ് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഈ യുറേനിയം എന്ന് പറഞ്ഞ ആ സബ്സ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ അങ്ങ് ബോംബിലിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലല്ല അത് കിട്ടുന്നത്. അതിന് ചില പ്രോസസ്സിങ്സ് ഉണ്ട്. അതിൻ്റെ പ്രോസസ്സിങ് അത് വളരെ കോംപ്ലക്സിറ്റി ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. ആ പ്രോസസ്സിങ്ങിലൂടെ ആ യുറേനിയത്തിനെ ബോംബിൽ വെച്ച് പൊട്ടിക്കുന്ന രീതിയിലുള്ള ആ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമായിട്ട് മാറ്റണം ആദ്യം. അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അതിനെ ഒരു ബോംബ് എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ആറ്റം ബോംബിൽ അതിനെ ഘടിപ്പിച്ച് അതിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും ഒരു 2-3 വർഷത്തെ പണിയെടുക്കേണ്ടി വരും. ഒരു മിനിമം ഒരു 2 ഇയേഴ്സിൻ്റെ വർക്കെങ്കിലും അവിടെ ആ റിസർച്ച് അനാലിസിസ് വർക്കിൽ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത് നടപടിയാവുന്ന കേസാവുള്ളൂ. അല്ലാതെ അവർ ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും അവർക്ക് അത് കൊടുക്കണം, ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണം. അല്ലാതെ ഇതിൽ യാതൊരുവിധ പുരോഗതി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്രായേലിൻ്റെ എക്സ് പ്രൈം മിനിസ്റ്റർ നത്താലി ബെന്നറ്റ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇതൊരു അവസരമാണ്. ഈ കിട്ടിയ ഒരു അവസരം നമ്മൾ മുതലെടുത്ത് ഇറാൻ്റെ ന്യൂക്ലിയർ റിസർച്ച് സ്ഥലം അടിച്ചു പൊട്ടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രമാത്രം അത് ഗവൺമെൻറ് മുഖവിലേക്ക് എടുക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഏറെക്കുറെ ഏതാണ്ട് ഇവർ ഈ ഇറാൻ്റെ ന്യൂക്ലിയർ സ്പോട്ടുകൾ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞു വന്നിരുന്ന ഈ ഒരു ഓയിൽ ടെർമിനൽസ്, പവർ സ്റ്റേഷൻസ് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവരുടെ ന്യൂക്ലിയർ സ്പോട്ടുകൾ, അതായത് ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന റിസർച്ച് അനാലിസിസ് സെൻറ്ററുകൾ ടാർഗറ്റ് ചെയ്ത് അടിക്കണം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രമാത്രം സാധിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്നാൽ അമേരിക്ക ഫുൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അമേരിക്കൻ സെനറ്റ് ഫുള്ളി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7 മെമ്മോറിയൽ ഡേയിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ സെനറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് മൊത്തം ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കൂടാതെ തന്നെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ട്രംപിൻ്റെ 2 റെപ്രസെൻറ്റേറ്റീവ്സും ഇസ്രായേലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ സ്പോട്ടുകൾ അറ്റാക്ക് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. ഇറാനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും വിത്ത് വെപ്പൺസോട് കൂടി ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്മാനുവൽ മാക്രോന്റെ പ്രസ്താവനയെ വളരെ കർശനമായി തള്ളിക്കൊണ്ടാണ്, നിരുപാധികം തള്ളിക്കൊണ്ടാണ് ഈ US-ലുള്ള സെനറ്റ് മെമ്പേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് അവർ രേഖപ്പെടുത്തിയത്. ഫ്രാൻസിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്നലെ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേൽ ഫോറിൻ മിനിസ്റ്ററും ഫ്രാൻസിൻ്റെ ഫോറിൻ മിനിസ്റ്ററും തമ്മിലുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫോറിൻ മിനിസ്റ്റർ ഫ്രാൻസിൻ്റെ ഫോറിൻ മിനിസ്റ്റർ കുറച്ച് വെളുപ്പിക്കൽ പ്രക്രിയയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഈ വെസ്റ്റേൺ, അതായത് യൂറോപ്യൻ കൺട്രീസ് മൊത്തം ഈ സീസ് ഫയറിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയും അതേസമയം ഒരു സൈഡിൽ നിന്ന് വെപ്പൺ സപ്ലൈ ചെയ്യുന്നതും തമ്മിൽ എങ്ങനെയാണ് ടാലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെയാണ് മാക്രോൺ ചോദ്യം ചെയ്തെന്നുള്ള നിലയിലൊക്കെ ഉള്ളൊരു എക്സ്പ്ലനേഷൻസ് ഒക്കെ, ഒരു വിയേർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നിലയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫ്രാൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കാരണം അവർക്ക് മാത്രം മാറി നിൽക്കാനുള്ള യാതൊരു വകുപ്പില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇമ്മാനുവൽ മാക്രോൺ നാണം കെട്ടും തന്നെ പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. ഇത് അയാളുടെ വാല്യൂവിനെ ഇൻസൈഡ് ഫ്രാൻസിലും അതായത് പുറത്തുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളി ഒരു അസമയത്തുള്ള ഒരു പ്രയോഗമാണ് പ്രയോഗിച്ചത്. യുദ്ധമുഖത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പലർക്കും നഷ്ടം ഉണ്ടാവും. അതിപ്പോൾ ഫ്രാൻസിന് മാത്രമല്ല, അവിടെ വേറെ പലർക്കും നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യമാണ് അതിനകത്ത്. ഇപ്പോൾ എല്ലാം ഫ്രാൻസും US എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ ഇസ്രായേലിൽ കൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം ഇത് US ഇലക്ഷനെ വളരെ ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് ബൈഡനും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ട്രംപിൻ്റെ സ്റ്റാൻഡിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഇപ്പം നമ്മുടെ കമലാ ഹാരിസിൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് US-ലും കൂടെ തിരിച്ചടി കിട്ടും എന്നുള്ളത് അവർക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രാൻസ് US എല്ലാം U-ടേൺ അടിച്ച് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് സപ്പോർട്ടുമായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് അറ്റാക്ക് എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ചോദ്യം. സിൻവാർ ജീവിച്ചിരിപ്പുണ്ട്. പുള്ളി ജീവിച്ചിരിക്കുന്നതായിട്ട് IDF ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഖാനി എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇറാൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അറിവ്.
സിൻവറിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ തന്നെയാണ് സിൻവറിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അയാളെ രക്ഷപ്പെടുത്തി വിട്ടതാണ്. കാരണം ഈ ഹോസ്റ്റലുകൾ 20 പേരെ ഇങ്ങനെ സറൗണ്ടിങ്ങിൽ വെച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വെടിമരുന്നുമായിട്ട് നടക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ അയാളുടെ മേളിൽ ഒരു അറ്റാക്ക് നടത്താത്തത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 97 ഹോസ്റ്റേജസ് സർവൈവ് ചെയ്യുന്നുണ്ട്. 34 ഡെഡ് ബോഡീസ് അവരുടെ കയ്യിലുണ്ട്. അതുപോലെ പിന്നെ 2 IDF സോൾജേഴ്സിൻ്റെ ഡെഡ് ബോഡീസും കൂടെ അവരുടെ കയ്യിലുണ്ട്, ഈ ഹമാസിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഹിസ്ബുള്ള ഇന്നലെ കുറേ ലോങ് റേഞ്ച് മിസൈൽസ് ഇസ്രായേലിന് മേളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ടെങ്കിലും കുറച്ചൊക്കെ ലാൻഡിൽ വീണിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ വലിയ അപകടങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടില്ല, കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ലാൻഡിൽ പതിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ കുറച്ച് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എല്ലാം കമൻറ്റുകൾ ഇടുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ നല്ല നല്ല കമൻറ്റുകൾ, കുറേ പോയിന്റ്സുകളൊക്കെ അതിനകത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലതാണ്. എപ്പോഴും ക്രിറ്റിസിസം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ വിഷയങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുക, പേഴ്സണലി ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് ലോകത്ത് 0.2% മാത്രം ഓൺ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇവർ എത്രമാത്രം എഫക്റ്റീവായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇവരുടെ ഈ ഒരു സയനിസ്റ്റ് പ്രസ്ഥാനം അറിയപ്പെടുന്നത്. ഹിസ്റ്ററി നമ്മൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുമ്പോഴത്തേക്കും ബ്രീഫായിട്ട് പല ആൾക്കാരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബൈബിളിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ വന്ന് അവിടെ എഴുതുന്നുണ്ട്. പക്ഷേ അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല കേട്ടോ. ഇവിടെ സൂപ്പർസ്റ്റിഷ്യസ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ നിങ്ങളുടെ ഓപ്പൺ മൈൻഡായിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അല്ല നിങ്ങളൊരു മതത്തിൽ കെട്ടിപ്പിണഞ്ഞുകൊണ്ട് ഈ എൻ്റെ വീഡിയോകളോ സംസാരങ്ങളോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഒരു വിഷനെ പൂർത്തീകരിക്കില്ല. അത് പിന്നെ ഞാനിവിടെ ഒരു മതപ്രഭാഷണം നടത്താനുള്ള ഒരു അല്ല ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. ഈ ചരിത്ര പുസ്തകങ്ങൾ എപ്പോഴും എഴുത്തുകാരനെ കുറിച്ച് ഫിക്ഷൻസും ചരിത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരും സ്ഥലവും അവിടെ ഉണ്ടാവും. അത് ഇപ്പോഴും ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ പറയുന്ന ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ടോ എന്നുള്ളത് അത് എഴുത്തുകാരൻ മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വന്ന് വാദിച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. ഇതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഈ ജൂവിഷിന് എതിരെയുള്ള ഒരു അട്രോസിറ്റീസ്, അതായത് ഈ ജൂവിഷിനെ വെറുക്കാനും ജൂവിഷിനെതിരെയുള്ള അട്രോസിറ്റീസ് നടന്ന കാലഘട്ടങ്ങളാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ ആദ്യം പറയാം. ഈ ജൂവിഷിനെ ഏറ്റവും കൂടുതൽ വെറുത്ത ആൾക്കാരിൽ ഒന്ന് ക്രിസ്ത്യൻസും പിന്നെ ഒന്ന് മുസ്ലിംസാണ്. അതിന് ക്രിസ്ത്യൻസിന് ജൂവിഷിനെ വെറുക്കാനുള്ള കാരണമായിട്ടുള്ള പിന്നെ റീസണാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ യഹൂദന്മാർ ഈ ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല എന്നുള്ള ഒരു കാരണവും 1-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് വരെയൊക്കെ ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ട് നല്ല രീതിയിൽ ഫ്ലറിഷായി വരാൻ തന്നെ കുറേ ടൈം എടുത്ത്. അതിപ്പം ഈ റോമൻ എംപറർ ആയിട്ടുള്ള കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ രാജാവ് ഇത് അംഗീകരിച്ച് ഈ ക്രിസ്ത്യാനിറ്റി പോപ്പുലറൈസ് ചെയ്യുന്നത് വരെ വലിയ പിന്നെ സർവൈവലിന് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ക്രിസ്ത്യൻസിന്. അപ്പോൾ അതിനുശേഷമാണ് AD 300-ലൊക്കെയാണ് ഈ ഒരു ബൈബിളൊക്കെ കോഡീകരിച്ച് കൗൺസിൽ ഓഫ് നൈസിയ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായതിനു ശേഷമാണ് ഈ പഴയ റെക്കോർഡുകളൊക്കെ പഴയ രേഖകളൊക്കെ കൊണ്ടുവരികയും കൗൺസിൽ ഓഫ് നൈസിയയിൽ വെച്ച് പഴയതൊക്കെ കത്തിച്ച് കളയും. ഈ കത്തിച്ച് കളയൽ പരിപാടി എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. പഴയ രേഖകളൊക്കെ പിടിച്ച് കത്തിച്ച് കളയുക, പുതിയ രേഖകൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഇത് കൗൺസിൽ ഓഫ് നൈസിയ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വീഡിയോ തന്നെ ഇടേണ്ടി വരും എന്നുള്ളതാണ്. ഈ ബൈബിളിൻ്റെ കോഡീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അപ്പോൾ അത്രയും സർവൈവ് ചെയ്ത് വരുന്നതാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ജീസസിനെ അംഗീകരിക്കാത്ത ആൾക്കാരായിട്ടുള്ള ജൂവിഷിനോടുള്ള ഒരു വിരോധം ക്രിസ്ത്യാനിറ്റിക്ക് പണ്ടുതൊട്ടേ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ പോപ്പുലറായിട്ട് പരക്കെ ഇങ്ങനെ പരന്ന് നടക്കുന്ന ഒരു സമയത്താണ് പുതിയൊരു റിലീജിയനായിട്ടുള്ള ഇസ്ലാം രൂപപ്പെട്ട് വരുന്നത്. ഏതാണ്ട് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ബർത്തോട് കൂടി ഏതാണ്ട് 600-കളിലായിട്ട് ഇസ്ലാം മതം ഇങ്ങനെ ഫ്ലറിഷായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മതങ്ങൾക്കെല്ലാം ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺകർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഈ മതം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഈ ക്രിസ്ത്യൻ മതവും വെറുതെ തുടങ്ങിയെങ്കിലും അത് കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ രാജാവ് അത് ഏറ്റെടുത്തോടുകൂടി അതും ഒരു പൊളിറ്റിക്കൽ മതമായിട്ട് മാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഒരു പൊളിറ്റിക്കൽ മതമായിട്ട് തന്നെയാണ് എസ്റ്റാബ്ലിഷ് ആയത്. ഈ റിലീജിയൻ എസ്റ്റാബ്ലിഷ് ആവാൻ ഏറ്റവും ആവശ്യം വന്നത് ഈ പൊളിറ്റിക്കൽ റിലീജിയനായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്സിലൂടെയാണ്, രാഷ്ട്രീയത്തിലൂടെയാണ് ഈ മതങ്ങളെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ കത്തി മുനയിലാണ് ഇതൊക്കെ നടപ്പിലാക്കപ്പെട്ടത്. ക്രിസ്ത്യാനിറ്റിക്കും ഇത് തന്നെയാണ് അവസ്ഥ. അതേസമയം ഇസ്ലാം വന്നതിന് ശേഷം ഇതിനെ കണ്ടാണല്ലോ അതും വരുന്നത്. ഇസ്ലാമും അതേ പ്രവൃത്തി തന്നെയാണ് തുടർന്നത്. ഇസ്ലാമിൽ വന്ന ഈ ഖലീഫമാരും 1-ാം ഖലീഫ 2-ാം ഖലീഫ അബൂബക്കർ അൽ സിദ്ദീഖ് ആയിക്കോട്ടെ, ഉമർ ആയിക്കോട്ടെ, ഇവരെല്ലാം ഈ പിന്നെ ജെറുസലേമിലോട്ട് പടയെടുപ്പ് നടത്തിയ ആൾക്കാർ തന്നെയാണ്. ഉമറൊക്കെ പിന്നെ ജെറുസലേമിൽ വരുന്നതൊക്കെ അവരുടെ സ്ക്രിപ്ചറുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ലോലി ഇസ്ലാം ഇങ്ങനെ കൈയേറി വരുമ്പോഴത്തേക്കാണ് ഈ പാലസ്തീൻ അതേപോലത്തെ ലാൻഡുകളെല്ലാം ഈ മുസ്ലിം കൺവേർഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അത് ഈ മുസ്ലിം കൺവേർഷൻ നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ പേർഷ്യ, അത് ബാബിലോണിയയിൽ നിന്ന് പേർഷ്യക്കാരുടെ കൺവേർഷൻ നടക്കുന്നു. അങ്ങനെ ഓട്ടോമൻ എംപറർ മൊത്തത്തിൽ ഭരണം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. അതിൽ നിന്നൊക്കെ ഈ സൗദ് എന്ന് പറഞ്ഞൊരു ഫാമിലി മാത്രമായിട്ട് ഓട്ടോമൻ്റെ അടുത്ത് ഒരു വിജയം നേടുന്നത്. അങ്ങനെയാണ് സൗദി അറേബ്യ സെപ്പറേറ്റ് ആയി മാറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ, ചരിത്രപരമായ കഥകളൊക്കെ കുറേ ഉണ്ട്. ഇതൊക്കെ കഥ മാത്രമല്ല, ഇത് ചരിത്രമാണ് കേട്ടോ. അതിൻ്റെ ഫാക്റ്റ് ആണല്ലോ ഇപ്പോൾ ഓരോ രാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോമൻ എംപററിൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അതിന് തുർക്കിയാണ് ഏറ്റവും കൂടുതൽ അതിന് പങ്കുവച്ചിരുന്നത്. തുർക്കിയാണ് അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ്
അട്രാക്ഷൻ. അവരാണ് അവിടെ നിന്നാണ് റൂൾ ചെയ്തിരുന്നത്. അപ്പോൾ ഈ തുർക്കി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ അവിടെ പോയിട്ട് പണിതതാണ് അവിടുത്തെ ഹാഗിയ സോഫിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയപ്പെടുന്ന ആ ഒരു പള്ളി, പിന്നെ മുസ്ലിം പള്ളിയായിട്ട് മാറ്റിയ ഒരു ക്രിസ്ത്യൻ ദേവാലയം അവിടെ ഉള്ളത്. അപ്പോൾ അതാണ് പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മോണ്യുമെൻ്റാണ്. അതൊരു മ്യൂസിയമായിട്ട് നിലനിർത്തുകയാണ് ചെയ്തത്. അത് പല കാലങ്ങളായിട്ട് മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും എർദോഗൻ അതിനെ ഒരു മുസ്ലിം മോസ്കായിട്ട് മാറ്റി എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ റോമൻ എംപറർ തന്നെയാണ് ഈ കോൺസ്റ്റന്റൈൻ തന്നെയാണ് ഈ തുർക്കിയിലുള്ള ആ ഒരു പിന്നെ ഇസ്താൻബുളിലുള്ള ഹാഗിയ സോഫിയ എന്ന് പറഞ്ഞ ആ ഒരു ചർച്ച് പണിതത്. അതിൻ്റെ പേര് ഇസ്താൻബുൾ എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റിനോപ്പിൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ സ്ഥലം. പണ്ട് കോൺസ്റ്റന്റൈൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ബൈസാന്റിയൻ എംപറർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചരിത്രം തന്നെ അതിനകത്തുണ്ട്. റോമൻ എംപറേഴ്സിൻ്റെ ചരിത്രം പലത് അതിനകത്ത് പിന്നിപ്പിടിഞ്ഞ് കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഇതൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു കാലഘട്ടത്തുണ്ടായിരുന്ന ആ പിന്നെ ഫസ്റ്റ് സെഞ്ചുറി മുതൽ ഇങ്ങോട്ട് നടന്ന കാലഘട്ടങ്ങളിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളത്. അതുകൂടാതെ പിന്നെ ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ഇതേപോലെ ഇൻവേർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വാളുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ റിലിജിയൻ കൊണ്ടുപോകുക, ഒപ്പം ഈ റിലിജിയനെ കൂട്ടുപിടിക്കുക എന്നുള്ളത്, ഈ റിലിജിയൻ സ്പ്രെഡ് ചെയ്യാൻ ഈ ഒരു പൊളിറ്റിക്കൽ അജണ്ട നല്ല സപ്പോർട്ട് ചെയ്യും. പണ്ട് നമ്മുടെ രാജാക്കന്മാരുടെ കൂടെ ഒരു ഗുരു ഉണ്ടാവുമല്ലോ, മതഗുരു, അതേപോലെ തന്നെ ഏർപ്പാട് തന്നെ എല്ലാം ചരിത്രമായിട്ട് മാത്രം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളുടെ നിലപാട് യഹൂദന്മാരോട് ഒന്നാമത് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചില്ല, രണ്ടാമത് യേശുക്രിസ്തുവിനെ കുരിശിലടിച്ച് കൊന്ന ആൾക്കാർ. ആ രീതിയിലാണ് ഇവർ ഈ ക്രിസ്ത്യാനികൾ യൂദന്മാരോടുള്ള വെറുപ്പ് വെച്ച് പുലർത്തിയിരുന്നത്. അപ്പോൾ ഈ പരക്കെ യൂറോപ്പിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്കെല്ലാം ഈ യൂറോപ്പിൽ പരന്ന് വിരിഞ്ഞ് കിടന്ന ഈ ഒരു യൂദന്മാരോട് ഈ ഒരു പിന്നെ വെറുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളൊരു ബോധം പണ്ടോട്ടേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, 1901 മുതൽ 2024 വരെയുള്ള ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് ഇതാണ്. 214 നോബൽ പ്രൈസ് മാത്രം യഹൂദ കമ്മ്യൂണിറ്റിക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എയിൻസ്റ്റീൻ ഉൾപ്പെടെ യഹൂദനാണ്. സ്റ്റീവൻ സ്പീൽബർഗ് ഒരു യഹൂദനാണ്. ആറ്റം ബോംബ് നിർമ്മിച്ച ഓപ്പൺഹൈമർ യഹൂദനാണ്. ആറ്റം ബോംബിൻ്റെ ഫോർമുല ഉണ്ടാക്കിയ ആൾ തന്നെ ഒരു യഹൂദനാണ്. അപ്പോൾ ഇത്രയും ജൂവിഷ് കമ്മ്യൂണിറ്റി വളരെ ബ്രില്യൻ്റ് ആയിട്ട് പണ്ടോട്ടേ ഈ റിസർച്ചിൽ വർക്ക് ചെയ്തവർ, ഭയങ്കര കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ യഹൂദന്മാർ. അപ്പോൾ അതുകൊണ്ട് ഇവരോടുള്ള എതിർപ്പ് കോമൺ കമ്മ്യൂണിറ്റിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നുള്ളതാണ് വസ്തുത. ഇസ്ലാമിനുള്ള പിന്നെ യഹൂദന്മാരോടുള്ള വെറുപ്പ് എന്താണെന്ന് പറയാം. ഇസ്ലാമിനുള്ള വെറുപ്പെന്ന് പറഞ്ഞാൽ ഈ പ്രോഫറ്റ് മുഹമ്മദ് പല സ്ഥലങ്ങളിലായിട്ട് ഈ വാർ ചെയ്ത് ഈ ബാറ്റിൽ ചെയ്ത് ഈ ഖലീഫ ഭരണം കൊണ്ടുപോയിരുന്ന കാലഘട്ടത്തിൽ ബദർ യുദ്ധം മുതൽ അങ്ങോട്ട് പിന്നെ യുദ്ധങ്ങളുടെ ഒരു പടയോട്ടം തന്നെയായിരുന്നു. ആ പടയോട്ടത്തിൽ അവസാനം ചെന്നെത്തിയതാണ് ഖൈബർ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഈ ഖൈബറും ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റി ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഖൈബർ എന്നുള്ളത്. ഖൈബറിൻ്റെ അവസാന യുദ്ധം. അപ്പോൾ ഖൈബറിൽ പോയപ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് ഒരു ജൂവിഷ് ഫാമിലിയുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഹസ്ബൻഡ് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ വൈഫിനെ പുള്ളി എടുക്കുന്നുണ്ട്. ഈ അടിമകൾ എന്ന് പറഞ്ഞ് പിടിക്കും. അതുപോലെ വാർ ക്യാപ്റ്റിവിറ്റിയിൽ പിടിക്കുന്ന ആൾക്കാരൊക്കെ ആ പെണ്ണുങ്ങളൊക്കെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, സെക്ഷലി യൂസ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ അന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച്, അതായത് ഈ യുദ്ധം ചെയ്ത് വിജയിച്ചതിന് ശേഷം അവിടെ കിട്ടുന്ന അടിമകളായിട്ട് കിട്ടുന്ന പെണ്ണുങ്ങൾ, അതാണ് ഈ മരിച്ചുപോയ ഭടന്മാരുടെ ഭാര്യമാരായിട്ടുള്ള ആൾക്കാരെയാണ് ഇവർ അടിമകളെന്ന് കരുതുന്നത്. അങ്ങനെ പിടിക്കപ്പെട്ടതിൽ ഒരു സൊഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുണ്ട്. ആ ലേഡി കെട്ടിയവനെ കൊന്നത് പുള്ളിക്കാരത്തേക്ക് നല്ല രീതിയിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു. കാരണം ഈ പ്രോഫറ്റ് മുഹമ്മദിനെ പറയുന്നുണ്ട്, എനിക്ക് തുടയിറച്ചിയാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും വൈകുന്നേരം വിരുന്ന് ഒരുക്കാമെന്ന് പറയുന്നത്, ഡിന്നർ ഒരുക്കാൻ നേരത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ തുടയിറച്ചി കറി വെക്കാൻ വേണ്ടിയിട്ട് ആടിൻ്റെ തുടയിറച്ചി കറി വെക്കുന്നു. അപ്പോൾ അതിൽ സ്ലോ പോയിസൺ കലർത്തിയിരുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പോയിസൺ കഴിച്ച് രണ്ടുപേര് ആ വൈകുന്നേരം തന്നെ അവിടെ തന്നെ മരിച്ച് വീഴുന്നുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവിടെ പ്രോഫറ്റ് മുഹമ്മദ് ഓൾറെഡി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇതിനകത്ത് കലർത്തിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട്, നിങ്ങളൊരു പ്രോഫറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് പോയിസൺ ഇട്ടിട്ടുണ്ട് പ്രോഫറ്റ്. അതിനുശേഷം പുള്ളി വന്ന് അവശ നിലയിലായി ബെഡിലിരിക്കുന്നതും വൈഫായ ആയിഷ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതും, അതേപോലെ അയാളുടെ അയോട്ട പിളർക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ രൂപപ്പെട്ടതും, അതിനുശേഷം പുള്ളി പിന്നെ അവശനായി കിടപ്പിലായതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഈ പല രീതിയിലും ഉള്ള സംസാരങ്ങളൊക്കെ വരും. അപ്പോൾ അതിനുശേഷം പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് ഒരു സൂറത്ത് മൊത്തം പുള്ളി പറയുന്നുണ്ട്. ആ സൂറത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് യഹൂദന്മാർക്ക് എതിരാണ്. അപ്പോൾ ഈ ജൂവിഷിനെ എങ്ങനെ കൊല്ലണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുറാനിൽ ഇതേപോലെ തൗബ എന്ന് പറഞ്ഞൊരു അധ്യായം മൊത്തം ഇങ്ങനെ ഈ വാർ ക്യാപ്റ്റിവിറ്റീസിലും വാറിലും ഈ യഹൂദന്മാർക്കെതിരെ ചെയ്യേണ്ട വാറുകളെക്കുറിച്ചൊക്കെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഹോളി സ്ക്രിപ്ചറിൽ യഹൂദന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹോളി ഖുറാനിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് സാധാരണ മുസ്ലിംസിന്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഖുറാൻ പാരായണം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല. പക്ഷേ ഇതിൻ്റെ മീനിങ്സ് ഒക്കെ എടുത്ത് വായിക്കുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പം യഹൂദന്മാർക്കും ഈ മുസ്ലിംസിനും യഹൂദന്മാർക്കുള്ള വിരോധം ഇതാണ് നമ്പർ 1. അപ്പോൾ അതുകൊണ്ട് അത് സുന്നി മുസ്ലിംസ് ആയാലും ഷിയ മുസ്ലിംസ് ആയാലും ഈ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡേറ്റ് ചെയ്യുന്നത് മുസ്ലിംസിന് കോമൺ ആയിട്ട് വാലിഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ കോമൺ ശത്രുവായിട്ട് മാറുന്നത് മുസ്ലിംസിന് ഇങ്ങനെയാണ്. അപ്പോൾ ക്രിസ്ത്യൻസിന് യഹൂദന്മാരോടുള്ള വിരോധം എന്തായിരുന്നു, മുസ്ലിംസിന് ജൂവിഷിനോടുള്ള വിരോധം എന്തായിരുന്നു എന്നുള്ള 2 കാര്യങ്ങൾ ഞാനിപ്പോൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് വളരെ സത്യസന്ധമായി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇത് ഈ പരക്കെ നിലനിൽക്കുന്ന ഒരു കാര്യമാണിത്.
ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും ശരി. പിന്നെ പതിയെ പതിയെ ഈ ക്രിസ്ത്യാനിറ്റി യൂറോപ്പിൽ ഒരു മിഡിൽ ഏജിൽ റിലീജിയനും പിന്നെ പൊളിറ്റിക്സും സെപ്പറേറ്റ് ചെയ്ത്. അപ്പം അതുകൊണ്ട് ഈ പിന്നീട് വന്ന തലമുറകൾക്ക് കൂടുതൽ ഇങ്ങനെ ഊർജ്ജമായിട്ട് ഇത്ര ശക്തിയായിട്ട് യഹൂദന്മാരോടുള്ള വെറുപ്പ് ക്രിസ്ത്യാനിറ്റിയിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കൊലകൾക്ക് ശേഷം യഹൂദന്മാരോട് ഒരു സിമ്പതിയാണ് പിന്നീടുള്ള ജനറേഷനുകൾക്കെല്ലാം ഉണ്ടായത്. അല്ലാതെ ഇതിനകത്ത് വേറെ പിന്നെ ഒരു മാജിക്കും അവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻസിന് ഇപ്പോൾ കൂടുതലും കുറച്ച് ഒരു സിമ്പതിയും യഹൂദന്മാർക്ക് ഒരു സ്റ്റേറ്റ് വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെയാണ് ക്രിസ്ത്യൻസിന് കൂടുതലുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാളിനെ കണ്ടല്ലോ, ഇയാളുടെ പേരാണ് മുഹമ്മദ് അമീൻ അൽ ഹുസൈനി എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഹിറ്റ്ലറുമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കാണുന്നത്. ഈ മുഹമ്മദ് അൽ ഹുസൈനി എന്ന് പറയുന്ന ഒരു പാലസ്തീനിയാണ്. ആ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ പാലസ്തീനികളുടെ ഒരു ലീഡറാണ്. ഇയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഹിറ്റ്ലറിനെ സ്വാധീനിച്ച് ഈ നാസിപ്പടകളുടെ കൂടെ കൂടുതൽ മോട്ടിവേഷൻ കൊടുത്ത് ഈ യഹൂദന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്ന കക്ഷിയാണ് മുഹമ്മദ് അമീൻ അൽ ഹുസൈനി എന്ന് പറഞ്ഞ ഈ ഒരു പാലസ്തീനിയൻ നേതാവ്. ഈ ലീഡർ, അതായത് ഈ ഹോളോകോസ്റ്റിൻ്റെ ടൈമിൽ തന്നെ ഇവർ ഹിറ്റ്ലറിൻ്റെ ഒപ്പം ചേർന്ന് ഈ ജൂസിൻ്റെ കൂട്ടക്കൊലയ്ക്ക് ഇവർ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. അതിൻ്റെ തെളിവാണ് ഈ പിക്ചേഴ്സൊക്കെ. വളരെ സപ്പോർട്ടീവായിട്ട് ഹിറ്റ്ലറിൻ്റെ ഒപ്പം നിന്ന് നാസിപ്പടകൾക്കൊപ്പം നിന്ന് ജൂത കൂട്ടക്കൊല നടത്താൻ വേണ്ടിയിട്ട് കൂടുതൽ മോട്ടിവേഷൻസും സപ്പോർട്ടും കൊടുത്ത വ്യക്തിയാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് ജൂഷിനെ കൊല്ലാനുള്ള അജണ്ട ഇവർ നാസിയിലൂടെ നടപ്പാക്കിയിരുന്നതാണ് പാർഷ്യലി. അങ്ങനെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോകമെമ്പാടുമുള്ള ഈ ജൂവിഷിൻ്റെ മേലുള്ള അട്രോസിറ്റി കാരണം ജൂവിഷ് എല്ലാം കൂടെ തീരുമാനിച്ച് ജൂവിഷുകൾ എല്ലാം കൂടെ നമ്മളുടെ മേളിൽ ഇങ്ങനെ ഗ്ലോബലി ഒരു വെറുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെറുപ്പിനെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സ്വീകാര്യമാകുന്ന ആൾക്കാരായിട്ട് മാറാനുള്ള ശ്രമം നടത്തേണ്ടത് എന്നുള്ള നിലയിൽ ചിന്തിച്ചപ്പോഴത്തേക്കാണ് ഈ ജൂവിഷ് കമ്മ്യൂണിറ്റിയിലുള്ള ഇൻ്റലക്ച്വലെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചാണ് 1897 ഓഗസ്റ്റ് മാസം സയനിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളൊരു സയനിസ്റ്റ് മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുകയും ആ മീറ്റിങ്ങിൽ അവർ തീരുമാനിക്കുന്നത് നമുക്ക് ഒരു ലാൻഡ് വേണം, നമുക്കൊരു സ്ഥലം വേണം, നമുക്കൊരു നാട് വേണം എന്നുള്ള തീരുമാനം അവരെടുക്കുന്നത്. അങ്ങനെ ഒരു നാട് വേണമെന്നുള്ള തീരുമാനം എടുക്കുമ്പോഴത്തേക്കും അതിനെന്താണ് വേണ്ടത്, അതിന് പണമാണ് വേണ്ടത്. അപ്പോൾ പണം സ്വരൂപിക്കണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഉദാരമായിട്ടുള്ള സംഭാവനകൾ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായി വരുന്നുണ്ട്. ഈ ആശയത്തിന് ആദ്യം തുടക്കം കുറിക്കുന്നത് തിയോഡർ ഹെർസി എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതിന് ഒരു ജൂതനാണ് ഇതിന് ആശയത്തിന് തുടക്കമിടുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ചോണം, അന്ന് കുറേ ആൾക്കാർ കൂടിയിട്ട് നമുക്കൊരു നാട് വേണം എന്നൊക്കെ പറയുമ്പം ആൾക്കാർ പെട്ടെന്ന് ചിരിക്കും അല്ലേ, സാധാരണക്കാരൊക്കെ ചിരിക്കത്തേ ഉള്ളൂ. പക്ഷേ യഹൂദന്മാരുടെ പ്രത്യേകത അതാണ്, അവർ ഇല്ല അതിനോട് ഒത്തു നിന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അങ്ങനെ ഒത്തു നിൽക്കുകയും അവർ ഉദാരമായ സംഭാവനകൾ കൊടുത്തോണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭാവനകൾ കൊടുത്ത് അവസാനം ഒരു ഫണ്ട് കമ്മിറ്റി തന്നെ അവർ രൂപീകരിക്കുകയുണ്ടായി. ജൂവിഷ് നാഷണൽ ഫണ്ട് എന്നുള്ള ഒരു ഫണ്ട് രൂപീകരിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇവർ ചെയ്ത കാര്യങ്ങൾ വെച്ചാൽ 1900 മുതൽ 1901 മുതൽ ഇവർ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവർ ആദ്യം വിചാരിച്ചത് അർജന്റീന ഭാഗത്ത് കുറച്ച് സ്ഥലം നമുക്ക് ഏറ്റെടുക്കാം എന്നാണ് ഇവർ വിചാരിച്ചത്. അതാകുമ്പോൾ കുറച്ച് ഒരു കോർണർ ഏരിയയാണ്, അപ്പോൾ നമുക്ക് പിന്നെ എല്ലാ സൗകര്യങ്ങളും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവരുടെ ഒരു ഓത്തൻറ്റിസിറ്റി കിട്ടുന്നില്ല എന്നാണ് പല ആൾക്കാരും പറഞ്ഞ, ആ കമ്മിറ്റിയിൽ തന്നെ പലരും പറഞ്ഞ അഭിപ്രായം. അവിടെ നമുക്ക് ഓത്തൻറ്റിസിറ്റി ഇല്ല, നമ്മളുടെ ചരിത്രമില്ല, പാരമ്പര്യമില്ല എന്നുള്ള നിലയിലുള്ള ഒരു റിഫ്യൂസൽ സ്റ്റേറ്റ്മെൻറ്റ് പലരുടെയും ഭാഗത്തുനിന്ന് വരികയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് പലരും മുൻവെച്ച് നമ്മളുടെ കുറച്ച് ആൾക്കാരൊക്കെ ജെറുസലേമിലും അവിടെ പാലസ്തീൻ ഭാഗങ്ങളിലേക്ക് താമസിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ലാൻഡ് എവിടെയാണ്, നമ്മളുടെ ടെമ്പിൾ അവിടെയാണ്, നമ്മളുടെ ചരിത്രം പാരമ്പര്യമുള്ള സ്ഥലം അവിടെയാണ്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ പോവാം, അവിടെ ഓൾറെഡി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇവർ തീരുമാനിക്കുന്നത് ഈ ഫണ്ട് വെച്ചിട്ട്, ഈ JNF എന്ന് പറഞ്ഞ ഈ ജൂവിഷ് നാഷണൽ ഫണ്ട് വെച്ചിട്ട് ഇവർ സ്ഥലങ്ങൾ മേടിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് റഷ്യയിലുള്ള ഒരു ഏറ്റവും വലിയൊരു ധനികനായിട്ടുള്ളൊരു ജൂ ആണ് ഏറ്റവും ആദ്യം പാലസ്തീനിൽ ഈ JNF എന്ന് പറഞ്ഞ ഈ ഫണ്ടിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് സയനിസ്റ്റ് പ്രസ്ഥാനം മൂലം രൂപീകരിക്കപ്പെട്ട ഈ ഒരു ഫണ്ടിൻ്റെ കമ്മിറ്റിയിൽ നിന്നും JNFൻ്റെ പേരിൽ ലാൻഡ് മേടിക്കുന്നത്. വാസ്റ്റായിട്ടുള്ള ലാൻഡാണ് മേടിച്ചത്. അത് മേടിക്കുമ്പോൾ അത് മേടിച്ചിട്ട് പിന്നെ ജൂവിഷ് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ സ്ലോലി 1901 മുതലേ അവിടെ ജൂവിഷ് സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ട്. ഈ ഓട്ടോമൻ എംപററിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഈ ബ്രിട്ടീഷാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഏറ്റെടുക്കുന്ന സമയത്ത് ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്ന റോത്ത് ഷൈൽഡ് എന്ന് പറഞ്ഞ ഇതിൻ്റെ സുപ്പീരിയർ പേഴ്സൺ ബ്രിട്ടീഷുമായിട്ടൊരു കരാർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കരാറിൽ ബ്രിട്ടീഷ് ഇവർക്ക് വാഗ്ദാനം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സ്ഥലം അവിടെ ഉണ്ടാക്കാനുള്ള, ഒരു നാട് രൂപീകരിക്കാനുള്ള സൗകര്യങ്ങൾ ബ്രിട്ടീഷ് ഒരുക്കും എന്നുള്ളൊരു വാഗ്ദാനം ആ ലെറ്ററിൽ പരക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ലെറ്റർ ഇവർ ജൂവിഷുകളുടെ പിന്നെ പത്രങ്ങളിലൊക്കെ ഇവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ഈ ജൂവിഷുകൾക്കെല്ലാം ഒരു വിശ്വാസം വരികയാണ്, നമുക്കൊരു രാജ്യം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം സയനിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുകയും അത് നേടുകയും ജനങ്ങളുടെ വിശ്വാസം സയനിസ്റ്റ് പ്രസ്ഥാനം കുറച്ചുകൂടെ ഊർജ്ജമായിട്ട് സാധിച്ചെടുക്കുകയുമുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ അങ്ങനെയാണ് ജൂയിഷുകൾ കൂടുതൽ ഫണ്ടുകൾ വരികയും ഈ JNF-ന്റെ പേരിൽ ലാൻഡുകൾ പാലസ്തീൻ മൊത്തം മേടിച്ചു കൂട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ കുറേ പാലസ്തീനികൾ അവിടെ ഓൾറെഡി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഈ സ്ഥലം നല്ല വിലയ്ക്ക് വാങ്ങാനുള്ള ആൾക്കാരെ കിട്ടുമ്പോഴത്തേക്കും അവർ ഉദാരമായി ഈ സ്ഥലങ്ങളങ്ങ് വിറ്റ് തുലയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിറ്റ് തുലച്ചുകൊണ്ടിരിക്കുന്നത് തുടരെ ഈ 900 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വേൾഡ് വാർ 2 ഒക്കെ നടക്കുമ്പോഴത്തേക്കും ഈ സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം മൊത്തം ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ പാലസ്തീൻ മൊത്തം സ്ഥലങ്ങൾ മേടിച്ച് കൂട്ടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സ്ഥലങ്ങൾ മേടിച്ച് കൂട്ടുന്നു, അവിടെ പോയി താമസിക്കുന്നു, അവിടെ ആൾക്കാരെ സെറ്റിൽ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് 2ാം വേൾഡ് വാർ അവസാനിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ യഹൂദന്മാർ ഇസ്രായേലിലേക്ക് ചേക്കേറി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പാലസ്തീനികൾ തുടരെ ഇങ്ങനെ സ്ഥലം വിറ്റുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പാലസ്തീനികളെ കുറച്ചെങ്കിലും സെഗ്രിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ മുന്നോട്ട് വെച്ച ആളാണ് യൂസഫ് വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ യൂസഫ് വെയ്റ്റ്സ് എന്ന് പറയുന്നത് ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ ജൂയിഷ് സെറ്റിൽമെൻറ്റ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഓവർസിയറായിട്ട് നിന്നൊരാളാണ്. പുള്ളി ഓരോ വീടുകൾ സന്ദർശിക്കുകയും ഓരോ സെറ്റിൽമെൻറ്റ് ഏരിയകൾ സന്ദർശിക്കുകയും അവിടെയൊക്കെ പാലസ്തീനികൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും എന്നിട്ട് അതിനുള്ള റീപ്ലേസ്മെൻറ്റ് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കാരണം ഇവരുടെ സ്ഥലങ്ങളിൽ ഈ നേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ളതിൽ വളരെ നിർബന്ധമായ ബുദ്ധി വെച്ച് പുലർത്തിയ ആൾക്കാരാണ് ഈ ഒരു മൂവ്മെൻറ്റ്. ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പുറകിലാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവണം എന്നുള്ള ഒരു ദീർഘമായ തീരുമാനം എടുത്ത് ഭയങ്കര എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ സയനിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യ കാലഘട്ടത്തിൽ ഈ പാലസ്തീനികളും ഇസ്രായേലും തമ്മിൽ ഭയങ്കര സൗഹൃദത്തിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ നിലവിൽ ഉണ്ടായി വരുന്ന ഈ അടിയൊക്കെ തുടങ്ങുന്നത് 1930-കളിലാണ്. അതിന് മുമ്പ് വരെ ഇവർ ഭയങ്കര സൗഹൃദമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സുപ്രഭാതത്തിൽ ഈ കുറച്ച് മതമൗലികവാദികൾ, ഇവിടുത്തെ ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ തീവ്ര നിലപാടുള്ള ആൾക്കാർ, ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ തീവ്ര നിലപാടുള്ള ആൾക്കാർ, ഈ നിലപാടുള്ള ആൾക്കാർ ജനങ്ങളുടെ മനസ്സിൽ വിതയ്ക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇതിനൊക്കെ സ്പാർക്ക് ഉണ്ടാവാനും ഈ അടിയും വഴക്കൊക്കെ ഉണ്ടായി 2 ചേരിയിൽ തിരിയാനുമുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ സ്ലോലി കുറേ കാലം കഴിയുമ്പോഴത്തേക്കും പാലസ്തീനികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ സ്ഥലം കുറേയൊക്കെ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റികൾ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുകയാണെന്നുള്ളത്. പിന്നെയാണ് ഈ ഒരു ഇരവാദം ഉയർത്താനും പിന്നെ ഈ ലാൻഡ് വിട്ടുപോയ ആൾക്കാർ ഈ ഒരു സോഫ്റ്റ് കോർണർ സിമ്പതിയെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതും പിന്നെ അങ്ങോട്ടുള്ള യുദ്ധങ്ങൾ തുടങ്ങുന്നതും. ഇതിൽ പ്രധാന പങ്ക് ബ്രിട്ടീഷിനാണ്. അപ്പോൾ ബ്രിട്ടീഷ് എന്താണ് ഈ ജൂയിഷിൻ്റെയും പാലസ്തീൻ്റെയും ഇടയിൽ ചെയ്തത്? ഈ മൊസാദ് എന്ന് പറഞ്ഞ ഒരു സംഘടന എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്? അതിനോട് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിറ്റിക്ക് എങ്ങനെയാണ് ഇത്രയും മിലിറ്ററി ട്രെയിനിങ് കിട്ടിയത്? ഈ ബ്രിട്ടീഷുകാരുമായിട്ട് ഇവരുടെ ഒരു ടൈപ്പ് എന്തായിരുന്നു? പാലസ്തീനികൾക്കും ഇസ്രായേൽക്കും തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിന് ബ്രിട്ടീഷിൻ്റെ റോൾ എന്തായിരുന്നു? ഇവർ വഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നു തീർന്നതിനുള്ള ചരിത്രം ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ചെറിയ പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഉൾപ്പെടുത്താം. തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.